ഭീകരവാദത്തിന്റെ വിത്തുകൾ പാകിസ്ഥാൻ വിതച്ച മണ്ണിൽ നിന്ന് ഇപ്പോൾ വിഷഫലങ്ങൾ കൊയ്തു തുടങ്ങുകയാണ് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലഷ്കർ ഇ തോയിബ കമാൻഡർ അബു മൂസ കാശ്മീരിയുടെ പ്രകോപനപരമായ പ്രസംഗം. ഭാരതത്തിനെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തെ ഭരണകൂടത്തിനും സൈനിക നേതൃത്വത്തിനുമെതിരെ ഈ ഭീകരൻ തിരിഞ്ഞിരിക്കുന്നു എന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിഷയം കേവലം ഒരു ഭീഷണിക്കപ്പുറം തെക്ക് കിഴക്കൻ ഏഷ്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒന്നാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനും പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനുമെതിരെ ഇത്ര പരസ്യമായ വെല്ലുവിളി ഉയരുന്നത്. ജിഹാദിന്റെ പതാകവാഹകരല്ലാത്ത രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും പാകിസ്ഥാൻ ഭരിക്കാൻ അവകാശമില്ലെന്നാണ് അബു മൂസ കാശ്മീരി വാദിക്കുന്നത്. ഭിക്ഷയാചിച്ചല്ല, മറിച്ച് ആയുധമെടുത്താണ് വിജയം നേടേണ്ടതെന്ന ഇയാളുടെ പ്രസ്താവന പാകിസ്ഥാൻ നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെയും അന്താരാഷ്ട്ര നാണ്യനിധിയുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയെയും പരിഹസിക്കുന്നതാണ്. ഇത് കേവലം ഒരു ഭീകര സംഘടനയുടെ വാക്കുകളല്ല, മറിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ നിലനിൽക്കുന്ന കടുത്ത അമർഷത്തിൻ്റെ പ്രതിഫലനമാണ്. ഇത്തരമൊരു മാറ്റം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകരവാദ യന്ത്രം ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം വിട്ടിരിക്കുന്നു എന്ന് വ്യക്തമാകും. വർഷങ്ങളോളം ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനുമെതിരെ ആയുധമായി ഉപയോഗിച്ചിരുന്ന ഈ ഭീകര സംഘടനകൾ ഇന്ന് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടം നേരിടുന്ന സാമ്പത്തിക തകർച്ച ഭീകരർക്കുള്ള സാമ്പത്തിക സഹായത്തെയും ബാധിച്ചിട്ടുണ്ടാകാം. IMF-ൽ നിന്നും മറ്റും വായ്പ എടുക്കുന്നതിലൂടെ പാകിസ്ഥാൻ തങ്ങളുടെ ആദർശങ്ങൾ പണയപ്പെടുത്തുകയാണെന്ന ചിന്താഗതി ഭീകരവാദികൾക്കിടയിൽ പടരുകയാണ്. ലഷ്കർ കമാൻഡർ അഷ്ഫാഖ് റാണയുടെ മുമ്പത്തെ പ്രസംഗത്തിൽ ഈ സാമ്പത്തിക വശം വ്യക്തമായി പ്രതിപാദിച്ചിരുന്നു. IMF പണം ശരിയായി വിനിയോഗിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയെക്കാളും ബ്രിട്ടനേക്കാളും സുന്ദരമായ രാജ്യമാകുമായിരുന്നു എന്ന അയാളുടെ വാദം ജനമനസ്സുകളെ സ്വാധീനിക്കാനുള്ള തന്ത്രം കൂടിയാണ്. അബു മൂസ കാശ്മീരി തൻ്റെ പ്രസംഗത്തിൽ മക്ക വിജയത്തെയും ബദർ യുദ്ധത്തെയും പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. മതപരമായ വികാരങ്ങളെ തീവ്രമാക്കി യുവാക്കളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ ശൈലി ദക്ഷിണേഷ്യൻ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തൻ്റെ വാക്കുകൾക്ക് അധികാരികൾക്ക് മുന്നിൽ പോലും മാറ്റമുണ്ടാകില്ലെന്ന് അയാൾ അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. മുസാഫറാബാദിൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ താൻ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന ഇയാളുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. ഇത് ഭീകരർക്ക് ഭരണകൂടത്തിന് മേലുള്ള സ്വാധീനത്തെയും അവർക്ക് ലഭിക്കുന്ന അമിത സ്വാതന്ത്ര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യവും ISIയും പതിറ്റാണ്ടുകളായി ലഷ്കർ ഇ തോയ്ബയെ ഒരു തന്ത്രപരമായ ആയുധമായാണ് കണ്ടിരുന്നത്. എന്നാൽ തങ്ങൾ സൃഷ്ടിച്ച ഈ ഭീമൻ ഇപ്പോൾ സൃഷ്ടാവിനെ തന്നെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സൈനിക മേധാവി അസീം മുനീറിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ പാകിസ്ഥാൻ സമൂഹത്തിലെ ഏറ്റവും ശക്തമായ സ്ഥാപനത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ മാറ്റം സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഈ സംഘടനകൾക്കുള്ളിലുണ്ട്. കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾക്കപ്പുറം പാകിസ്ഥാന്റെ ഉൾനാടുകളിലേക്കും ഈ തീവ്രവാദ തരംഗം പടരുന്നത് ആ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഇരട്ടി വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു വശത്ത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്താൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്നു. മറുവശത്ത് പാകിസ്ഥാൻ ഭരണകൂടം നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ആണവായുധങ്ങളുള്ള ഒരു രാജ്യം ഇത്തരത്തിൽ ഭീകരവാദികളുടെ ആശയപരമായ നിയന്ത്രണത്തിലാകുന്നത് ആഗോള സുരക്ഷയെ തന്നെ അപകടത്തിലാക്കും. ജിഹാദിന്റെ പതാകവാഹകരല്ലാത്തവർക്ക് ഭരണത്തിൽ സ്ഥാനമില്ലെന്ന വാദം, മതമൗലികവാദം പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഘടനയെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ചരിത്രപരമായി നോക്കിയാൽ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകളെ അമേരിക്കയുടെ സഹായത്തോടെ പാകിസ്ഥാൻ വളർത്തിയെടുത്തതും പിന്നീട് അത് താലിബാനായി രൂപപ്പെട്ട് പാകിസ്ഥാന് തന്നെ വിനയായതും നമുക്കറിയാം. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. സ്വന്തം താൽപ്പര്യങ്ങൾക്കായി ഭീകരവാദത്തെ ഉപയോഗിക്കുന്നവർ ഒടുവിൽ അതിൻ്റെ ഇരകളാകുമെന്ന പാഠമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. അബു മൂസ കാശ്മീരിയെ പോലെയുള്ളവർ ഭരണകൂടത്തെ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ അത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ സൈന്യത്തിനും സർക്കാരിനുമെതിരെയുള്ള വികാരം വളർത്താൻ ഇടയാക്കും. അബു മൂസ കാശ്മീരിയുടെ വാക്കുകളിലെ പ്രകോപനം കേവലം വാക്കുകളിൽ ഒതുങ്ങില്ലെന്ന് ഉറപ്പാണ്. കൈകൊണ്ടും നാവുകൊണ്ടും തൂലിക കൊണ്ടും ജിഹാദ് ചെയ്യുമെന്ന് അയാൾ പറയുമ്പോൾ അത് വിവര സാങ്കേതിക വിദ്യയും സൈനിക ശക്തിയും ഒരുപോലെ ഉപയോഗിച്ചുള്ള ആക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ജാഗ്രത ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. പാകിസ്ഥാനിലെ ഭരണമാറ്റങ്ങളും സാമ്പത്തിക നയങ്ങളും ഭീകര സംഘടനകളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ അവർ കൂടുതൽ അക്രമാസക്തരാകും. തങ്ങൾ നട്ടുനനച്ച വിഷവൃക്ഷം ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും അതിൻ്റെ വിഷം ആദ്യമേൽക്കുന്നത് സ്വന്തം നാടിനായിരിക്കുമെന്നും പാകിസ്ഥാൻ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെ ഇടപെടേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും തയ്യാറായില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥയിലേക്ക് ആ രാജ്യം കൂപ്പുകുത്താൻ അധികകാലം വേണ്ടിവരില്ല. സ്വന്തം ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വളർന്ന ഭീകരർ ഒരു പ്രദേശം മുഴുവൻ അസ്ഥിരപ്പെടുത്താൻ ശേഷിയുള്ളവരാണ്. മതപരമായ ആശയങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് രക്തച്ചൊരിച്ചിലിന് ആഹ്വാനം ചെയ്യുന്ന ഇത്തരം നേതാക്കൾ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാണ്. സമാധാനവും വികസനവും ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് അബു മൂസ കാശ്മീരിയെ പോലെയുള്ളവരുടെ വാക്കുകൾക്ക് ലഭിക്കുന്ന പ്രചാരണം ആശങ്കാജനകമാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് വളർത്തിയെടുത്ത ഈ ഭീകര ജീവികൾ തന്നെയാണ് എന്ന് ഈ സാഹചര്യം വീണ്ടും അടിവരയിടുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.